പ്രകൃതിരമണീയമായ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ന്യൂസിലൻഡിലെ പാംസൺനോർത്തിലേക്കുള്ള ഒരു ചെറിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വെറും യാത്രയല്ല, ഒരു വടംവലി മത്സരവും കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ വീഡിയോ. കല്ലൂർക്കാടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പോകുന്ന വഴിക്ക് റോഡിന് നടുക്കായി നിൽക്കുന്ന ഒരു മരമാണ്. അതൊരു റൗണ്ട് ബോട്ടാണിത്. ഈ റൗണ്ട് ബോട്ടിൻ്റെ സൈഡിൽ കൂടെ ഇതുണ്ടോ, ആ മരത്തിന് ചുറ്റും കറങ്ങിയാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ നല്ല മനോഹരമായ കേട്ടോ. റോഡിന് അടുക്ക് തന്നെ ഒരു മരം, നല്ല ഭംഗി. അതിനുശേഷം നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്ട്രീറ്റിലേക്ക് കടക്കുകയാണ്. ഇത് പോകുന്നത് ഏകദേശം ന്യൂ പ്ലമൗത്തിൽ നിന്നും 320 കിലോമീറ്റർ ദൂരെ പാംസൺനോർത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ മിക്കായല വണ്ടിയൊക്കെ കയറി ഇത് ഉറങ്ങിപ്പോയി. മാർട്ടിൻ ഇതെല്ലാം ആസ്വദിച്ച് കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് വീഡിയോ പകർത്താൻ എന്നെ സഹായിക്കുന്നു. കാറ്റും മഴയൊന്നും ഇല്ലാതെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇതുണ്ടോ, ഈ റോട്ടിൽ കൂടെ കയറി പോകുമ്പോൾ നമ്മൾ ഏകദേശം ആകാശത്തേക്ക് കയറി പോകുമ്പോൾ പോലെ ഫീലിംഗ് ഉണ്ട്. നല്ല രസമാണ്. നല്ല രസകരമായ ഒരു ഡ്രൈവ് ആയിരുന്നു ഇത്. പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഇതുണ്ട്, പുൽമേടിയിൽ മേഞ്ഞ് കിടക്കുന്ന പശുക്കൾ. 100 കണക്കിന് 1000 കണക്കിന് പശുക്കളൊക്കെ ചില ഭാഗങ്ങളിലുണ്ട്. ഇതിനെയെല്ലാം സ്വതന്ത്രമായിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ്. അതിന് കെട്ടിയിട്ടൊന്നുമല്ല വളർക്കുന്നത്. ഇവിടെ ഒരു സൈഡിലെ പുല്ല് തീരുമ്പോൾ ആ സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് അതിനെ മാറ്റുകയും ആദ്യം തീർന്ന പുല്ലിൻ്റെ ഭാഗത്ത് വളമിട്ട് ഉഴുത് വീണ്ടും പുല്ല് വളർത്താനുള്ള മരുന്നുകളെല്ലാം ഫെർട്ടിലൈസുകളെല്ലാം ചെയ്തിട്ടാണ് അടുത്ത ഏരിയയിലെ പുല്ല് വളർത്തുന്നത്. അങ്ങനെയാണ് ഇവിടെ പശു വളർത്തൽ നടക്കുന്നത്. ഈ ഹൈവേയുടെ സൈഡിലുള്ള ഈ മരങ്ങൾ ഇത് കണ്ടോ, ഏകദേശം നല്ല ഡിസൈൻ തോന്നുന്ന രീതിയിലുള്ള മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ണിനൊക്കെ നല്ല കുളിർമ ഉണ്ടാകുന്ന കാഴ്ചകളാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളിവിടെ ഒരു കടയിൽ കയറി. മിലനും മിക്കായലിക്കും മാർട്ടിനൊക്കെ ഇഷ്ടപ്പെട്ട നല്ല, അതായത് കോണിൻ്റെ അകത്ത്, അതായത് കോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പേസ്റ്റ് പോലെയുള്ള സാധനം കൊണ്ട് കോൺ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ക്രീം, വിവിധ രീതിയിലുള്ള ക്രീമുകളാണ്. ചോക്ലേറ്റ് വേണമെങ്കിൽ ചോക്ലേറ്റ്, അങ്ങനെ എല്ലാ വാനില, ഇപ്പോൾ വിവിധ ഫ്ലേവറിലുള്ള ഐസ്ക്രീമുകൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ചു എല്ലാവരും. എല്ലാം കഴിച്ചു കഴിഞ്ഞ് മിക്കായല നേരത്തെ ഇറങ്ങി ഇവിടെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാച്ചു, അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. അപ്പോഴാണ് മിക്കായല കാണുന്നത് തൊട്ടടുത്ത് ഒരു ക്യാറ്റ് വരുന്നുണ്ട്. ഈ ക്യാറ്റിനെ നോക്കി ആ ക്യാറ്റിൻ്റെ പുറകെ നടന്നു കുറേ നേരം. അങ്ങനെ ക്യാറ്റ് കയറുന്നേ. ഈ ഷോപ്പിന് പുറത്തായിട്ട് ഐസ്ക്രീമിൻ്റെ രീതിയിൽ കുത്തിവെച്ചിരിക്കുന്ന തടി കൊണ്ടുള്ള വലിയ ഐസ്ക്രീം നമുക്കിവിടെ കാണാം. ഇത് നല്ല മനോഹരമാണ് കാണാൻ, നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള വടംവലി മത്സരം നടക്കുന്ന ദിവസത്തെ കാഴ്ചകളാണ്. ഇത് ഞങ്ങളുടെ ഇവിടെ നിന്ന് പോയിരിക്കുന്ന ന്യൂ പ്ലമൗത്തിലെ വനിതാ ടീമാണ്. വനിതാ ടീം ഈ വരുന്നത് മെൻസ് ടീമാണ്. ഈ കോമ്പറ്റീഷനിൽ ഏതെല്ലാം ടീമാണ് പങ്കെടുക്കുന്നതെന്ന് ആ ടീമുകളെല്ലാം അണിനിരത്തി എല്ലാ കാണികളെയും ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ടീമുകളും അസംബ്ലിയായി നിൽക്കുന്നു. അവരുടെ ടീമിൻ്റെ പേരാണ് ഈ ഫലകത്തിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പുരുഷ വനിതാ ടീമുകൾ ഒന്നിച്ചണിനിരുന്ന ഈ അസംബ്ലി കാണാനും നല്ല മനോഹരമായിരുന്നു. ന്യൂസിലൻഡിലെ തന്നെ ഏറ്റവും ആവേശം കൊള്ളിച്ച ഒരു വടംവലി മത്സരമായിരുന്നു ഇവിടെ നടന്നത്. ഇതിൽ പങ്കെടുത്ത ടീമുകളെല്ലാം തന്നെ വളരെ പേരുകേട്ട ടീമുകളാണ് ഇവിടെ പങ്കെടുത്തതും.
വടംവലി മത്സരം നിയന്ത്രിച്ചത് വളരെ പരിചയസമ്പത്തുള്ള റഫറിമാരാണ്. പാംസൺ നോർത്ത് സിറ്റി കൗൺസിലും കേരള അസോസിയേഷൻ ഓഫ് മണവാട്ടുവും ചേർന്ന് ആണ് ഈ വടംവലി മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. ഈ മത്സരങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് മാർട്ടിനും മെലനും മിഖായലെ ഇങ്ങനെ ഒരു കസേരയിലിരുന്നു. നല്ല വെയിലാണ് ഇവിടെ, എങ്കിൽ തന്നെ അവർ നല്ല രീതിയിൽ ഈ മത്സരങ്ങളെല്ലാം ആസ്വദിച്ചു. ചെണ്ടകൊട്ട് കേട്ടപ്പോൾ മിഖായലയ്ക്ക് ഒരു ഡാൻസ് കളിക്കണമെന്നൊരാഗ്രഹം. മിഖായല അവൾക്കറിയാവുന്ന രീതിയിൽ അവളും താളം പിടിച്ചു. ക്യാമറ കണ്ടപ്പോൾ ചെറുതായെന്ന് അവളും നാണം കുടുങ്ങി. അപ്പോഴാണ് അവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് രോഗിയുമായി വരുന്ന ഒരു ഹെലികോപ്റ്റർ വരുന്നത്. അതും നല്ലൊരു ഹെലികോപ്റ്റർ തൊട്ടടുത്ത് വന്ന് ലാൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. നടന്ന ഓൾ ന്യൂസിലൻഡ് വടംവലി മത്സരത്തിൽ കിങ്സ് കമിൽട്ടണിലെ വനിതകളാണ് ഒന്നാമതായി എത്തിയത്. രണ്ടാം സ്ഥാനത്ത് റണ്ണറപ്പായി നമ്മുടെ ന്യൂപ്ലമത്തിൽ നിന്നുള്ള ലേഡി ദാദാസിൻ്റെ ടീമും ആണ് അർഹരായിരിക്കുന്നത്. പുരുഷ വടംവലി ടീമിൽ തെക്കൻസ് ആണ് ഒന്നാം സ്ഥാനത്ത് അർഹനായിരിക്കുന്നത്. ഇനിയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കുക. ഇനിയും മറ്റൊരു വീഡിയോ കാണാം. നമസ്കാരം.